ഹലോ ഗൈസ്, അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായില്ലേ എല്ലാവർക്കും? ഇത് നമ്മുടെ പൊരിയാണ് കേട്ടോ. ഈ ഒരു പൊരി വെച്ചിട്ട് നമുക്ക് പല വിഭവങ്ങളും ഉണ്ടാക്കാൻ പറ്റും. ചാട്ടൊക്കെ ഉണ്ടാക്കാം പൊരിയുടെ. ഉള്ളിയും തക്കാളിയൊക്കെ മുറിച്ചിട്ട് നമുക്ക് സാലഡ് പോലെയൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ കഴിക്കാം. പക്ഷേ ഇത് വെച്ച് ദോശ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇത് വെച്ച് ഞാൻ നല്ലൊരു ദോശ ഉണ്ടാക്കി. നല്ല ടേസ്റ്റി ആയിരുന്നു സംഭവം. അതുപോലെ തന്നെ ഒരു നമ്മളെ സാധാരണ അരിദോശ പോലെയോ അല്ലെങ്കിൽ ഗോതമ്പ് ദോശ പോലെയോ അല്ല, കുറച്ച് വ്യത്യസ്തമായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് റവയാണ്. നമ്മുടെ സൂചി റവ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം വെറും പൊരി വെച്ചത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിൻ്റെ കൂടെ ഇത് റവ മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് കുറച്ച് തൈരും കൂടെ, പുളിയൊന്നുമില്ലാത്ത തൈര്, കട്ട തൈരും കുറച്ച് മിക്സ് ചെയ്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ വെള്ളം ചേർക്കേണ്ടി വരുവേ. വെള്ളവും ആവശ്യത്തിന് ചേർത്തിട്ട് അരച്ചെടുക്കണം. പക്ഷേ ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് വാട്ടറി ആയിപ്പോയി. ഇത്രയും വെള്ളം ആവശ്യമില്ല. ഇതിൽ വാട്ടർ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി. അതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം. എന്നിട്ട് ഇങ്ങനെ കുട്ടി കുട്ടി ദോശയാക്കി എടുക്കുന്നതായിരിക്കും എളുപ്പം. അല്ലാതെ ഇങ്ങനെ ഇത് പരത്താൻ നിന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അടിക്ക് പിടിക്കാനും കരിയാനും സാധ്യതയുണ്ട്. ഇങ്ങനെ കുട്ടി കുട്ടി ദോശയാക്കി എടുക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ കിട്ടും നമുക്ക്. അപ്പം അത് തിരിച്ചിടാനും ഒക്കെ എളുപ്പമായിരിക്കും. കല്ലിൽ നിന്ന് കിട്ടാനും വിട്ടു പോരാനും ഒക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് ഈ ഒരു ദോശ സാമ്പാറും ഒക്കെ കൂട്ടിയാണ് ഞാൻ കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു. വ്യത്യസ്തമായൊരു ടേസ്റ്റായിരുന്നു. ഉണ്ടാക്കാൻ